ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ കോമൺ ആയിട്ട് അറിയാത്തവരുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് എന്തായാലും അറിയാം, എന്നാലും നമ്മളത് ഫോളോ ചെയ്യാറേ ഇല്ലാത്ത ചില ഓർമ്മപ്പെടുത്തലുകളായിട്ടാണ്. നമ്മൾ ലേഡീസാണ്, സ്ഥിരമായിട്ട് നമ്മൾ അണ്ടർവെയർസും ഇന്നർ ഗാർമെൻസും യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അതിൻ്റെ ഹൈജീൻ നമ്മൾ എത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് എന്നുള്ളതാണ് മെയിനായിട്ട് അതിൽ പറയാനുള്ളത്. നമ്മളെ ക്ലിനിക്കിൽ സ്ഥിരമായിട്ട് വരുന്ന പേഷ്യൻസിൽ നമ്മൾ കാണുന്ന ചില ഇൻഫെക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളുണ്ട്. അവരുടെ സെക്ഷൽ ലൈഫിനെ പോലും ബാധിക്കുന്ന രീതിയിലുള്ള പല പല പ്രശ്നങ്ങൾ അവരുടെ ഹസ്ബൻഡ് ആണെങ്കിലും അവരാണെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് പിന്നീട് നമ്മൾ ട്രേസ് ഔട്ട് ചെയ്യുമ്പോഴാണ് ഇവരുടെ അണ്ടർവെയർ യൂസ് ചെയ്യുന്നതിൻ്റെ ഹൈജീനിലുള്ള പ്രശ്നമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവാറുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ് പറയുമ്പം അത് ജസ്റ്റ് ഒന്ന് തോരിട്ടാൽ പോരെ, അല്ലെങ്കിൽ വെയിലത്ത് ഉണക്കാനിടാനുള്ളതല്ലേ ഉള്ളൂ, ഡ്രൈ ആയിട്ട് യൂസ് ചെയ്യാനുള്ളതല്ലേ ഉള്ളൂ എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ മെയിനായിട്ട് പറയാം. പക്ഷെ അതിലുപരി നമ്മളുടെ പ്രൈവറ്റ് ഏരിയാസ് നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്ത് സൂക്ഷിക്കണം എന്നുള്ളതാണ് നമ്മൾ ബേസിക് ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ഹിബ സരോവിയ, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയാൻ പോകുന്നത് ഡെയിലി ആയിട്ട് നമ്മൾ ബേസിക് ആയിട്ട് എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ പറയാനുള്ളത് എക്സ്റ്റേണൽ വാഷാണ് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടത്. അത് ജെൻ്റ്ലി വാഷ് ചെയ്യുക, മൈൽഡ് ആയിട്ടുള്ള സോപ്പ് സൊല്യൂഷൻസ് യൂസ് ചെയ്യുക. അതല്ലാതെ ചില ആളുകളുണ്ട്, എൻ്റെ വജൈന വൃത്തിയല്ല, അല്ലെങ്കിൽ അതിന്ന് സ്മെല്ല് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സോപ്പെല്ലാം അകത്ത് പല രീതിയിലേക്ക് എത്തിച്ച് കഴുകുന്ന ആളുകൾ. പക്ഷെ ഡയറക്റ്റ് സോപ്പ് അപ്ലിക്കേഷൻ അവിടെ ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാക്കും. കാരണം വജൈന എന്ന് പറയുന്നത് ഒരു ആസിഡിക് ആയിട്ടുള്ളൊരു നേച്ചറുള്ള ഒരു സ്ഥലമാണ്. കാരണം അതങ്ങനെ ആക്കി വെച്ചിട്ടുള്ളത് തന്നെ ഇൻഫെക്ഷൻസ് ഇല്ലാണ്ടിരിക്കാൻ, അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ ഫർദർ പോകുന്നതിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ശരീരം അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ നമ്മളിവിടെ സോപ്പ് സൊല്യൂഷൻ യൂസ് ചെയ്യുമ്പോൾ സോപ്പ് എന്ന് പറയുന്നത് ആൽക്കലിയാണ്. ഈ ആൽക്കലി ആസിഡും കൂടെ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അവിടെ ന്യൂട്രലായിട്ട് അവിടെ നല്ല രീതിയിൽ ഈ പറയുന്ന ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ബാക്ടീരിയാസ് പെറ്റുപെരുകാനുള്ള ഒരു സ്ഥലമായിട്ട് അത് മാറുന്നുണ്ട്. അപ്പം നമ്മൾ നമ്മളെ വൃത്തിയുടെ ഒരു പീക്കിലെത്തുമ്പോൾ നമ്മൾ ഇനി ഇത് കാരണം ഒരു പ്രശ്നമാവേണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന ചില മണ്ടത്തരങ്ങളാണിത്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ അകത്തേക്ക് ഒരു അനാവശ്യമായിട്ടുള്ള നമ്മൾ കാണുന്ന നിങ്ങൾ ഇങ്ങനെ ക്ലീൻ ചെയ്താൽ മതി, അങ്ങനെ ക്ലീൻ ചെയ്താൽ മതി, ഇത് വജൈന ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന ഒരുപാട് പ്രൊഡക്ട്സ് ഇന്ന് വിപണിയിൽ അവൈലബിൾ ആണ്. അൺടിൽ ആൻഡ് അൺലെസ് ഒരു ഡോക്ടർ പറയാത്തിടത്തോളം നിങ്ങളത് സ്വയം ഇഷ്ടത്താൽ ചെയ്യാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഒരു സാധാ സോപ്പ് സൊല്യൂഷൻ അങ്ങോട്ടേക്ക് കയറ്റാനേ പാടില്ല എന്നുള്ളതാണ് ഇതിൽ ആദ്യം തന്നെ ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും ക്ലീൻ ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് ക്ലീൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതായത് ഇപ്പോൾ നമ്മൾ മോഷനൊക്കെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ചില ആളുകൾ ബാക്കിൽ നിന്ന് നമുക്ക് കഴുകാൻ സുഖത്തിന് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് കഴുകുന്ന ഒരു പ്രവണതയുണ്ട്. പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇൻഫെക്ഷൻസ് പകരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് കഴുകുന്നുണ്ട് എന്നുള്ളത് എപ്പോഴും നിങ്ങൾ ഉറപ്പുവരുത്തണം. അതേപോലെ പറയാനുള്ളത്, നല്ല ടൈറ്റ് എന്താ പറയുക ഇന്നവേഴ്സ് വെയർ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ടൈറ്റ് ജീൻസ് വെയർ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇങ്ങനെ ഇട്ട് നടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അധിക നേരം അത് ഇടാതെ ഇരിക്കുക എന്നുള്ളത്. കാരണം അവിടെ നല്ല ചൂടും അതേപോലെ നല്ല സ്വെറ്റി ആയിട്ട് നല്ല വിയർപ്പെല്ലാം തങ്ങി നിൽക്കാനുള്ള ചാൻസസ് കൂടുതലായതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള ഇൻഫെക്ഷൻസ് അത് കാരണം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ വാഷ്റൂമിൽ പോയി വരികയാണ്, നിങ്ങളൊന്ന് മൂത്രം ഒഴിച്ച് അല്ലെങ്കിൽ ആ ഒരു ഭാഗം നിങ്ങൾ വെറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നനച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും അതൊന്ന് ഡ്രൈ ആക്കി പാറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അണ്ടർവെയർസ് രണ്ടാമത് റീവെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പല രീതിയിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് റിപ്പീറ്റഡ് ആയിട്ട് അവിടെ റബ്ബ് ചെയ്തിട്ടൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതേപോലെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ സെക്സ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഒന്ന് മൂത്രം ഒഴിക്കണം, ആ ഭാഗം നന്നായിട്ട് കഴുകണം എന്നുള്ളത്. അപ്പോൾ പലപ്പോഴും ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ അതിൻ്റെ ഉള്ളിലേക്ക് സോപ്പൊക്കെ ഇട്ടിട്ട് കഴുകുന്ന കാണാം. അത് പക്ഷേ പിന്നീട് അവർക്ക് അതിനേക്കാൾ വലിയ ഇൻഫെക്ഷൻസ് ആയിട്ടാണ് വരാറുള്ളത്. അപ്പോൾ എങ്ങനെ കഴുകണം എന്ന് വെച്ചാൽ, നിങ്ങളിപ്പം സോപ്പ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോപ്പ് നല്ല രീതിയിൽ പതപ്പിച്ചിട്ട് ആ പത മാത്രമാണ് നിങ്ങൾ യൂസ് ചെയ്ത് കഴുകാൻ പാടുള്ളൂ. അത് നിങ്ങൾ അത്രയും അകത്തിട്ടിട്ട് എന്താ പറയുക നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന രീതിയിൽ കഴുകേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം അത് ഓട്ടോമാറ്റിക്കലി വാഷ് ഔട്ട് ചെയ്യുന്ന ഒരു ഏരിയയാണ് നമ്മളുടെ വജൈന എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ കഴുകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ മാത്രം കഴുകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതേപോലെ പറയാനുള്ളത്, ചില ആളുകളുണ്ട് കെമിക്കൽ വൈപ്സ് ഒക്കെ യൂസ് ചെയ്യും ആ ഭാഗം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സെൻറ്റഡ് വൈപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇപ്പം അവൈലബിൾ ആണ്. മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക. കാരണം അത്
ഇത്തരത്തിലുള്ള പിന്നീടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇത് ഡെയിലി ആയിട്ട് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു പ്രൈവറ്റ് ഏരിയ നോക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതേപോലെ ഈ ഒരു ഭാഗം നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു അണ്ടർവെയർ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് പറ്റാത്ത രീതിയിലുള്ള അണ്ടർവെയർസ് യൂസ് ചെയ്യുമ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. പ്രത്യേകിച്ച് വല്ല പോളിസ്റ്റർ ആയിട്ടുള്ള അണ്ടർവെയർസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് ചില ആളുകൾക്ക് ചൊറിച്ചിൽ വരാറുണ്ട്. ചില ആളുകൾക്ക് ആ ഒരു ഭാഗം ഫംഗൽ ഇൻഫെക്ഷൻസ്, കാരണം വേർപ്പ് നന്നായിട്ട് അത് അബ്സോർബ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവിടെ നന്നായിട്ട് നിൽക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നല്ല ടൈറ്റ് ആയിട്ടുള്ള അണ്ടർവെയർസ് യൂസ് ചെയ്യുന്നതുകൊണ്ടൊക്കെ ആ ഒരു ഏരിയയിൽ പെട്ടെന്ന് ആ ഒരു നിങ്ങളുടെ ഇന്നർ തൈസിലൊക്കെ പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതേപോലെ തന്നെ നിങ്ങൾ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഇൻഡർവെയർ ആണ് വെയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് ഭയങ്കരമായിട്ട് ഇച്ചിങ്, അതേപോലെ ഭയങ്കര ഇറിറ്റേഷൻസ് ഫീൽ ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം റിപ്പീറ്റഡ് ആയിട്ട് ഇത് കൊണ്ട് നടക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് ഫംഗൽ ഇൻഫെക്ഷൻസ് പോകാത്തൊരു രീതിയിലേക്ക് അത് മാറിപ്പോവാനും ചാൻസസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഒരു റൈറ്റ് ആയിട്ടുള്ളൊരു ചോയ്സ് എന്ന് പറയുന്നത്? എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു 7 റൂൾ ഉണ്ട്. അതായത് എപ്പോഴും അത് കോട്ടൺ ആവുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലത്, ബ്രീതബിൾ മെറ്റീരിയൽ ആവുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അതേപോലെ തന്നെ അത് നല്ല ലൂസാണ്, നിങ്ങൾക്ക് ടൈറ്റ് അല്ല, ഏറ്റവും പാകത്തൊരു ലിമിറ്റഡ് രീതിയിലുള്ള ഒരു ഇന്നർവെയർ ആണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലൈറ്റ് കളേർഡ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. അതേപോലെ തന്നെ വളരെ അധികം കെമിക്കൽ ഡൈസ് യൂസ് ചെയ്യാത്തതാണെന്നുണ്ടെങ്കിലും നല്ലത്. അതേപോലെ അതിൽ പറയാനുള്ളത്, നിങ്ങൾ നന്നായിട്ട് വേർക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ നിങ്ങൾ വേർക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ അണ്ടർവെയർസ് മാറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ അല്ലാത്ത പക്ഷം നിങ്ങളത് ആ വേർപ്പോട് കൂടെ നടക്കുമ്പം ഈ പറയുന്ന ഇൻഫെക്ഷൻസ് അവിടെ വരാനുള്ള, വജൈനൽ ഇൻഫെക്ഷൻസിലേക്ക് പോലും അത് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അതേപോലെ നിങ്ങൾ സ്ഥിരമായിട്ട് പാൻറ്റീസ് യൂസ് ചെയ്യുന്ന ഒരാളാണ്, കിടക്കുമ്പോൾ പോലും പാൻറ്റീസ് യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പഠനങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെപ്പോഴും രാത്രി കാലങ്ങളിൽ പാൻറ്റീസ് യൂസ് ചെയ്യാതെ കിടക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ അണ്ടർവെയർ യൂസ് ചെയ്യാതെ കിടക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഭാഗം ഒന്നും കൂടെ നിങ്ങളെ സ്കിന്ന് ബ്രീതബിൾ ആകുന്നുണ്ട്, നിങ്ങൾ ആ ഒരു ഏരിയ നല്ല രീതിയിൽ ഡ്രൈ ആയി കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ അത് യൂസ് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് നല്ല ഹെവി ഫ്ലോ ഉള്ള സമയത്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ആ ടൈമിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ വളരെ നല്ല കോട്ടൺ ആയിട്ടുള്ള ബ്രീതബിൾ ആയിട്ടുള്ള, അത്യാവശ്യം ടൈറ്റും അല്ല എന്നാൽ ലൂസും അല്ലാത്ത മെറ്റീരിയൽ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അപ്പം എന്തിനാണ് നമ്മൾ ഈ രാത്രികളിൽ പാൻറ്റീസ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഒന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു നനവ് അവിടെ നിൽക്കാത്തത് കൊണ്ട് തന്നെ, അവിടെ ഡ്രൈ ആയതുകൊണ്ടും അവിടെ വല്ലാണ്ട് മോയ്സ്ചറൊന്നും നിൽക്കാത്തത് കൊണ്ട് തന്നെ ഇൻഫെക്ഷൻസിനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതേപോലെ ഇച്ചിങ്, ഇറിറ്റേഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ വരുന്നതിലും അത് നല്ല രീതിയിൽ മാറ്റം വരുത്താറുണ്ട്. ചില ആളുകൾ പാൻറ്റീസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നല്ല ലേസി ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല സിന്തറ്റിക് ആയിട്ടുള്ള ഫൈബേഴ്സിൻ്റെ ഒക്കെ പാൻറ്റീസ് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്കൊരു കോൺഫിഡൻസിൻ്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് ഓക്കെ, നിങ്ങൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രശ്നമല്ല. പക്ഷേ അത് ആ ഒരു കുറച്ച് സമയം മാത്രം യൂസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. കാരണം നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു ഡേ ലോങ് യൂസ് ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും അവിടെ വേർപ്പ് തങ്ങാനും ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം വരാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. അതേപോലെ മറ്റൊരു തെറ്റായ കാര്യങ്ങൾ, അതായത് യൂഷ്വലി സ്ത്രീകൾ ചെയ്യുന്ന ആനമണ്ടത്തരങ്ങളിൽ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ പറയുന്ന ഇതേപോലെയുള്ള പാൻറ്റീസ് ഡെയിലി വെയർ ചെയ്യുക, അല്ലെങ്കിൽ വേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറ്റാതെ വീണ്ടും അത് തന്നെ ഇട്ട് നടക്കുക, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഡിറ്റർജൻസ് യൂസ് ചെയ്തിട്ട് അത് കഴുകുക. അതേപോലെ തന്നെ ടൈറ്റ് ആയിട്ടുള്ള ഇൻ്റർവെയർസ് വെയർ ചെയ്യുക. അതേപോലെ നിങ്ങൾ ടവൽസ് ഷെയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, ചില ആളുകൾ ആ ഒരു ഭാഗം നല്ല സെൻറ്റഡ് വൈപ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളുമായിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് ഇരുന്നോട്ടെ എന്നുള്ള രീതിയിൽ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാറുണ്ട്. പക്ഷെ അത് ഭയങ്കര അപകടമാണ്. നിങ്ങൾക്ക് പല രീതിയിലുള്ള പിന്നീടുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസും ഇറിറ്റേഷൻസ് അതേപോലെ ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതേപോലെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പം ഈ ഒരു കുറച്ച് കാലഘട്ടം വരെ നമ്മൾ സ്ഥിരമായിട്ട് പാഡ്സ് യൂസ് ചെയ്തിരുന്ന, ഇപ്പോഴും പാഡ്സ് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ ഈ പാഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ കെമിക്കൽ പാഡ്സ് ഒരുപാട് സമയം നിങ്ങൾ ഒരേപോലെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇൻഫെക്ഷൻസ് പകരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതേപോലെ മറ്റൊന്നെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആ ഒരു ഏരിയ, നിങ്ങളുടെ പ്രൈവറ്റ് ഏരിയ നിങ്ങൾ ദിവസവും വാക്സ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഷേവ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ആ ഒരു ഹൈജീൻ എന്താണെന്ന് പോലും നോക്കാതെ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും മുറിവുകളുണ്ടോ അതൊന്നും കെയർ ചെയ്യാതെ നിങ്ങൾ ഡെയിലി ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും
ഈ ഒരു ഭാഗത്ത് പിന്നീട് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ പല രീതിയിലുള്ള ഇറിറ്റേഷൻസ് പിന്നീട് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇത് വളരെ കോമൺ ആയിട്ട് സ്ത്രീകൾ ഇന്ന് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. അതേപോലെ മറ്റൊരു വെരി കോമൺ ആയിട്ടുള്ളൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഈ ഒരു ഏരിയ വെളുപ്പിക്കാനായിട്ട് പല ക്രീംസ് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പൊതുവിലെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത്, പ്രൈവറ്റ് ഏരിയ എന്ന് പറയുന്നത് നമ്മളുടെ അതായത് ഈ ഒരു ഏഷ്യൻ ആയിട്ടുള്ള സ്ത്രീകളിൽ പൊതുവേ അത് കുറച്ചും കൂടെ ഒരു ഡാർക്ക് സ്കിൻഡാണ്. ഇന്ത്യൻ ഒരു ബേസിൽ വരുമ്പോൾ ഒന്നും കൂടെ ഡാർക്ക് സ്കിൻഡാണ്. വളരെ ഫെയർ കോംപ്ലക്ഷൻ ഉള്ള ആളുകളിലാണ് ആ ഒരു ഏരിയ ഫെയർ ആയിട്ടിരിക്കുകയുള്ളൂ. അപ്പം ഇതിനെ ഭയങ്കരമായിട്ട് ഫെയർ ആക്കാൻ വേണ്ടിയിട്ട് പല ക്രീംസ് ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്ത് അതിനാൽ പല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പം ഇത് വെരി കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന, അല്ലെങ്കിൽ നമ്മളെ ക്ലിനിക്കിൽ തന്നെ ഇതിൻ്റെ കാരണത്താൽ പല പ്രശ്നങ്ങളായിട്ട് വരുന്ന ആളുകളുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇത് സ്പെസിഫിക് ആയിട്ട് ഇത്രയും എടുത്ത് പറയുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മളുടെ ആ ഒരു പ്രൈവറ്റ് ഏരിയ ഏറ്റവും കെയർഫുള്ളായിട്ടും ഏറ്റവും നിർബന്ധമായിട്ടും കെയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കാരണം, ഇപ്പോൾ അതേപോലെ ഇതിൽ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയത് എന്താണെന്ന് വെച്ചാൽ, ചില ആളുകൾക്ക് ലുക്കോറിയ എന്ന് പറയുന്ന, അതായത് വെള്ളപ്പൂക്ക് അല്ലെങ്കിൽ അസ്ഥിയുരുക്കം എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള സ്ത്രീകൾ നിർബന്ധമായിട്ടും ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ പാൻറ്റീസ് മാറ്റുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ നിങ്ങളവിടെ നല്ല ടിഷ്യൂ വെച്ച് ഡ്രൈ ചെയ്തിട്ട് പുതിയൊരു പാൻറ്റീസ് ഇടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന പോലെ ഈ ഒരു ഇൻഫെക്ഷൻ വീണ്ടും ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ തീവ്രത കൂട്ടുകയുള്ളൂ ഇതവിടെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് പിന്നീട് അത് വന്ന് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ കൂടുതൽ അറിയണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ട്, എങ്ങനെ ഇതിനെ മാറ്റിയെടുക്കണം എന്നറിയാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ഹിബ സരോവിയ, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല.